ലിങ്കിൽ ക്ലിക്ക് ചെയ്യില്ലേ? ഇത് നമ്മൾ എപ്പോഴും കേൾക്കുന്ന അല്ലേ? നിങ്ങൾക്കൊരു ലിങ്ക് വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നതിന് മുന്നേ 3 സെക്കൻഡ് ഫോർമുല ഉപയോഗിച്ചിട്ട് എങ്ങനെ അതിൻ്റെ ജെന്യൂനിറ്റി മനസ്സിലാക്കാം. ഫോർമുല നമ്പർ 1, ഇസ് ഇറ്റ് സേഫ്? ഇത് സേഫ് ആണോ? ലിങ്കും കണ്ടന്റും നിങ്ങൾക്ക് മെസ്സേജ് വന്ന വശം തന്നെ അത് ഫുള്ളായി തന്നെ വായിച്ചു നോക്കുക. കണ്ടന്റും ലിങ്കും സ്പെല്ലിംഗ് അടക്കം വളരെ വ്യക്തമായി വായിച്ച് ക്ലിയർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ലിങ്കിന്റെ ആദ്യത്തെ https:// ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ലിങ്കിന്റെ ടോപ്പിൽ, അതായത് കണ്ടന്റിൽ വന്നിട്ട് ലിങ്ക് എന്ന് മെൻഷൻ ചെയ്യുകയും താഴെ .apk ഫയൽ അതല്ലെങ്കിൽ PDF ഫയൽ ആണെങ്കിൽ തീർച്ചയായിട്ടും ക്ലിക്ക് ചെയ്യാതിരിക്കുക. സെക്കൻഡ് ഫോർമുല, ഇസ് ഇറ്റ് റിയൽ ആണോ? ഈ അയച്ച വ്യക്തി ആരാണെന്നുള്ള ആദ്യം ഉറപ്പുവരുത്തുക. നിങ്ങളുടെ ഫ്രണ്ടോ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയോ ആണെങ്കിൽ ആ വ്യക്തിയോട് ലിങ്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മനസ്സിലാക്കിയെടുക്കുക. പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൺഫേം ചെയ്യുക. വെബ്സൈറ്റ്, മെയിൽ ID, അഡ്രസ്, ഫോൺ നമ്പർ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആണോ, അത് ജെന്യൂൻ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. കമ്പനിയുടെ പേരാണെങ്കിൽ കമ്പനിയുടെ പേരിന്റെ സ്പെല്ലിങ്സ് കറക്റ്റ് ആണോ എന്നുള്ളതും ആ കമ്പനി ബ്രൗസറിൽ പോയിട്ട് കറക്റ്റ് ആണോ എന്നുള്ളത് കൂടി ചെക്ക് ചെയ്യുക. ഒപ്പം ഈ അക്കൗണ്ട് വെരിഫൈഡ് അക്കൗണ്ട് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ ഫോർമുല, ഡു ഐ ട്രസ്റ്റ് ഇറ്റ്? എനിക്കത് വിശ്വസിക്കാം. മുകളിൽ പറഞ്ഞ 2 ഫോർമുല ഉപയോഗിച്ചും നിങ്ങൾക്ക് എന്തെങ്കിലും അൺട്രസ്റ്റ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. കാരണം ഇപ്പൊ നടക്കുന്ന മിക്ക സൈബർ ത്രെറ്റ്സും ഈ പറയുന്ന ട്രസ്റ്റ് ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. 2 ദിവസം മുന്നേ ഞാനൊരു പ്രൊഡക്റ്റ് വാങ്ങിച്ചിരുന്നു. ആ പ്രൊഡക്റ്റ് വാങ്ങിച്ചതിന് ശേഷം എനിക്കൊരു ഫീഡ്ബാക്ക് കോൾ വന്നു. ഫീഡ്ബാക്ക് കോളിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് സംസാരിക്കും, ഒപ്പം ട്രസ്റ്റ് ബിൽഡ് ചെയ്യുകയും ചെയ്തു. കോൾ എൻഡ് ആവുന്നതിന് മുന്നേ ആ വ്യക്തി എന്നോട് പറഞ്ഞു, ഒരു സർവേ ലിങ്ക് അയക്കുന്നുണ്ട് സാർ, ഒന്ന് എനിക്ക് സർവേ ചെയ്തേക്കാമോ എന്ന് ചോദിച്ചു. കോൾ എൻഡ് ചെയ്ത ദിവസം തന്നെ എനിക്ക് ആ സർവേ ലിങ്ക് വന്നു. ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ട്രാപ്ഡ് ആണെന്നുള്ളത്. ഇതിന്ന് വ്യക്തമായിരുന്നു ആ വ്യക്തി ട്രസ്റ്റ് ബിൽഡ് ചെയ്യും ഒപ്പം അർജൻസി ക്രിയേറ്റ് ചെയ്യും ചെയ്തതിന് ശേഷം ലിങ്കിൽ ക്ലിക്ക് ചെയ്യാതെ ഒരു ട്രാപ്പ് സെറ്റ് ചെയ്യായിരുന്നു. അത് സെറ്റ് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്തതും നമ്മൾ അതിൽ കുടുങ്ങി എന്നുള്ളതാണ്. അപ്പോൾ ഈ പ്രൊഡക്റ്റും ഈ സർവേ എന്ന് പറയുന്നതും ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ വേണ്ടവർക്ക് ഷെയർ ചെയ്യാം. തിങ്ക് ബിഫോർ യു ക്ലിക്ക്.